തക്കാളി മുട്ടച്ചോറ് ഒരു അടിപൊളി സംഭവം കേട്ടോ. നല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നമ്മൾ സാധാരണ മുട്ടച്ചോറ് ഉണ്ടാക്കും, പക്ഷേ ഇതിൽ തക്കാളിയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയായിരിക്കും. രണ്ടും കൂടി ചേർന്നിട്ട് നല്ല ഫുഡിന് നല്ലൊരു ആരോമ തരും. നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു 2 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ചതച്ചിട്ടില്ല, അരിഞ്ഞു വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. ചതച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം, പേസ്റ്റായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഞാൻ അരിഞ്ഞാണ് എടുത്തിരിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പച്ച ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങണം. അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവർ കിട്ടും റൈസിന്. നന്നായിട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം. ഇതിപ്പോൾ 2 പച്ചമുളകാണ്, കാരണം ഞാൻ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. മുളക് പൊടിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം സവാള ഇട്ട് കൊടുത്തു. 2 സവാളയാണ്, വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, കാരണം റൈസിനകത്ത് കിടക്കുമ്പോൾ ചെറുതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ട്രാൻസ്പെറൻറ്റ് ആവേണ്ട, കുറച്ച് ക്രഞ്ചി ആയിട്ട് ഇരുന്നോട്ടെ, അത് നല്ലതാണ്. അപ്പം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. എനിക്ക് തക്കാളിയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. 3 തക്കാളി വേണമെങ്കിലും യൂസ് ചെയ്യാം, കാരണം ഈ വെളുത്തുള്ളിയുടെയും തക്കാളിയുടെയും കൂടെ ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് വേറൊരു നമുക്കൊരു ഫ്ലേവർ കിട്ടും. അപ്പം പിന്നെ ഞാൻ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഒരു പൊടികളും ഉപയോഗിച്ചിട്ടില്ല, മസാലകളും ഇട്ടിട്ടില്ല. ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് വേണ്ട ചെറിയൊരു ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് മുട്ടയൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മുട്ടയുടെ ആ ഒരു മുട്ട ഇടുമ്പോഴത്തേക്കൊരു ഗ്രേവി പരുവം വരും, അത് മാറണം. എന്നിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം.